ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു മിസ്റ്റിക്കൽ മോർണിംഗ് മെസ്സേജസ്. ഓക്കെ, ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ അവനവന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ സ്വന്തം കാര്യങ്ങളെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക്, നമ്മുടെ ലൈഫിലുള്ള വേറെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചിലപ്പോൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യാതെയാവും. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ഒരു സമയം നമുക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു തെറ്റാണോ എന്നൊരു തോന്നൽ നമ്മളുടെ ഉള്ളിലൊക്കെ വരും. അപ്പോൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത് തെറ്റല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും നമ്മളെ ലൈഫിൽ ഓട്ടം തന്നെയാണ് അല്ലേ, എല്ലാം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. പലതരത്തിൽ പല കാര്യങ്ങളാവാം. അപ്പൊ ചില സമയത്ത് നമ്മൾക്കും ഒരു റെസ്റ്റ് ആവശ്യം വരും, ചില സമയത്ത് നമ്മൾക്കും ഒരു ബ്രേക്ക് ആവശ്യമായിട്ട് തോന്നും. എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി നിന്ന് തൽക്കാലം തിക്കിൽ നിന്നും തിരക്കിൽ നിന്നും ആൾക്കാരിൽ നിന്നും എല്ലാം മാറി ഒരു റിലാക്സേഷൻ, ഒരു റെസ്റ്റ് നമ്മൾക്കും ആവശ്യമാണ്. ചില സമയത്ത് അങ്ങനെ തോന്നും. ഒന്ന് ഉറങ്ങാനായാലും ശരി, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കാനോ, ടി വി കണ്ടുകൊണ്ടിരിക്കാനോ, സ്വന്തം മൊബൈലിൽ നോക്കിയിരിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുത്തിരിക്കുക, അങ്ങനെ വല്ലതൊക്കെ തോന്നും നമുക്ക്. അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ്. ഓക്കെ, അങ്ങനെ അത് ആവശ്യമാണ്. ആ റെസ്റ്റ് ചില സമയത്ത് നമ്മൾക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ഒന്ന് നമ്മൾക്കും ഇടയ്ക്ക് ഒരു റിലാക്സേഷൻ വേണ്ടേ. നമ്മൾ മറ്റുള്ളവരെ മാത്രം കെയർ ചെയ്താൽ പോരല്ലോ, അവനവനെ കെയർ ചെയ്യുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം നമ്മൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ആരോഗ്യം ഉണ്ടാവുക? നമ്മളുടെ മൈൻഡോ ബോഡിയോ രണ്ടും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരുന്നാലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമ്മളുടെ റെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ തെറ്റുകൾ ചെയ്യും അല്ലെ, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്തുനിന്നും വരാറുണ്ട്. പെർഫെക്റ്റ് അല്ല നമ്മളാരും. അപ്പോൾ അങ്ങനെ തെറ്റ് വന്നാൽ അവനവനെ കുറ്റപ്പെടുത്തണ്ട. നമ്മൾ മനുഷ്യന്മാരാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് മാത്രമാണത്. തെറ്റ് എല്ലാവർക്കും പറ്റും. ഓക്കെ, അപ്പൊ തെറ്റ് വരുമ്പോൾ നിങ്ങൾ അവനവനെ ഒരുപാട് കുറ്റപ്പെടുത്തണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. ഓക്കെ, തെറ്റുകൾ വരുന്നത് ഒരു മനുഷ്യ സഹജമായ ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവാൻ സാധിക്കില്ല. നിങ്ങൾ വിചാരിക്കും എന്നെ ആരും കുറ്റപ്പെടുത്തരുത്, കാരണം ഞാൻ അത്ര നന്നായിട്ടെല്ലാം ചെയ്യണം എന്നൊക്കെ നിങ്ങളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ച് ചെറിയ തെറ്റ്, കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ മിസ്റ്റേക്സ് വരുമ്പോഴേക്കും നിങ്ങൾ അവനവനെ ഒരുപാട് സ്വയം ഒരുപാട് താഴ്ത്തി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി ശരിക്കും നമ്മളെ തന്നെ നമ്മൾ ഡൗൺ ആക്കി വിടും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാം. ഓക്കെ, ചെറിയ മിസ്റ്റേക്സ് വന്നാലും കുഴപ്പമില്ല, പോട്ടെ, സാരില്ല, മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഞാനും എന്ന് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ മിസ്റ്റേക്സ് വരുന്നതും ഒരു മനുഷ്യ സഹജമായ കാര്യമാണ്, കുഴപ്പമില്ല, വിട്ടേക്കൂ. ഓക്കെ, അവന് പെർഫെക്റ്റ് ആവാൻ നമുക്കൊന്നും സാധിക്കില്ല. ഓക്കെ, മിസ്റ്റേക്സ് വന്നാൽ തന്നെ അത് നമ്മൾക്ക് ഒരു പഠിക്കാനുള്ള അവസരമായിട്ട് എടുക്കാം നിങ്ങൾ. ഓക്കെ, ലെസൺസ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അതുപോലെ മൂന്നാമത്തെ കാര്യം, ഓക്കെ, നമ്മൾ ആരൊക്കെയായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നു, ആരോടൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു, ആരുടെ അടുത്തൊക്കെ ചില ബൗണ്ടറീസ് വെക്കണം ചില സമയത്ത് നമ്മൾ. ഓക്കെ, ചിലവരെ നമ്മുടെ ലൈഫിൽ എത്രത്തോളം അനുവദിക്കണം, അവരെ എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം ചിലരോട് നമ്മൾ കോൺടാക്ട് വെക്കണം, സംസാരിക്കണം എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ, ചില ബൗണ്ടറീസ് വെക്കണം. അതായത് നമ്മളുടെ എനർജി ഡ്രെയിൻ ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ട് നമ്മൾ ചില അനുഭവങ്ങൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് ബൗണ്ടറീസ് വെക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, നമ്മളെ ആരെങ്കിലും ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊന്ന് അകന്ന് നിൽക്കുന്നത് തെറ്റല്ല. ഓക്കെ, കാരണം അത് നമ്മളുടെ മെന്റൽ ഒരു പീസിന് നമ്മൾക്കത് ആവശ്യമാണ്. അതുകൊണ്ട് അവിടുന്ന് അതധികം ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഓക്കെ, അവനവന്റെ മെന്റൽ ഹെൽത്ത് പീസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നിങ്ങൾ ചിലരെ നമ്മളെ ലൈഫിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് അകറ്റി നിർത്തേണ്ടി വരും, മാറ്റി നിർത്തും. നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്ന ആൾക്കാർ, അങ്ങനെ ആ തരത്തിൽ ഓക്കെ നെഗറ്റീവ് പറയുന്നു, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളോട് എന്താ പറയുക, നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ബിഹേവ് ചെയ്യുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാം. അങ്ങനത്തെ ആൾക്കാരിൽ, വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാം. ഓക്കെ, അതിലൊന്നും തെറ്റില്ല. ഓക്കെ, അങ്ങനെ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യാൻ പഠിക്കണം. അത് സെറ്റ് ചെയ്യാൻ എവിടെ നിർത്തണം ചിലരെ എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതും തെറ്റല്ല എന്നാണ്. ഓക്കെ, നാലാമത്തെ കാര്യം, നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് നടക്കും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. എക്സ്പെക്ടേഷൻ, അതായത് അവനവനിൽ നിന്ന് നമ്മളെപ്പോഴും അവനവനിൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളത് പെട്ടെന്നാവണം എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ്. വേഗം നടക്കണ കാര്യങ്ങൾ എന്നൊക്കെയുള്ളൊരു എക്സ്പെക്ടേഷനാണ്. അത് ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, നിങ്ങൾ സ്ലോലി ചെയ്താൽ മതി, നിങ്ങൾ മെല്ലെ മെല്ലെ ചെയ്താൽ മതി. ഓരോ കാര്യമായിട്ട്, ഓരോ സ്റ്റെപ്പായിട്ട്, ഓരോ പടിയായിട്ട് നിങ്ങൾ കയറിയാൽ മതി. ഓക്കെ, ഓരോ അടിയായിട്ട് നിങ്ങൾ നടന്നാൽ മതി മെല്ലെ. ഓക്കെ, എപ്പോഴും അത് വേഗം നടക്കണമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും വേണ്ട. അവനവനിൽ നിങ്ങൾ ആ ഒരു പ്രഷർ കൊടുക്കാതിരിക്കാം.
ഞാൻ എല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കണം, എനിക്ക് സക്സസ് വേണം, എനിക്ക് ഒരുപാട് സക്സസ്ഫുൾ ആവണം, എല്ലാം ഒന്നിച്ചൊറ്റയടിക്ക് ആവില്ല. അങ്ങനെ ശ്രമിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളതും കൂടി ഇല്ലാതെയാവും. സോ മെല്ലെ മെല്ലെ പോവാം, മെല്ലെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3-4 കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക, അതിലെല്ലാം കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യാൻ സാധിക്കില്ല. അതിന് എനിക്കെല്ലാം ചെയ്ത് തീർക്കണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ എന്താവും വെച്ചാൽ എല്ലാം കൂടെ എടുത്ത് നിങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒന്നും അവസാനം നടന്നില്ല എന്ന് വരും. അപ്പോൾ അതിന് പകരം ഓരോന്നായിട്ട് ചെയ്യാം, പറ്റുന്നത് പോലെ ചെയ്യാം, അല്പം സമയമെടുത്ത് ചെയ്യാം, സ്ലോലി ചെയ്യാം. കാരണം അപ്പോഴേ നിങ്ങൾക്ക് ഒന്നിലെ കോൺസെൻട്രേഷൻ കൊടുത്ത് അതിനെ പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? സോ മെല്ലെ മെല്ലെ പോയാൽ മതി, തിരക്കില്ല. അവനവനിൽ ഒരുപാട് പ്രഷർ കൊടുക്കാതിരിക്കാം. ഓക്കെ, ഫൈനലി പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്വന്തം ഹാപ്പിനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അവനവനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. നിങ്ങളുടെ ഹാപ്പിനെസ് മാറ്റർ ആണ്. ഓക്കെ, സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവനവനെ ഒന്ന് കെയർ ചെയ്യുന്നതിൽ തെറ്റില്ല, അവനവന്റെ സന്തോഷങ്ങൾ നോക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്നല്ല, എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ സ്വന്തം സന്തോഷങ്ങൾ നോക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മ വയ്ക്കുക എപ്പോഴും. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറയുന്ന ഒരു പോയിന്റ് എല്ലാവരോടും ഞാൻ പറയാറുള്ളതാണ്, നിങ്ങൾ അവനവനെ കെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളെ കെയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ അവരെ കെയർ ചെയ്യാനോ അവരെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളിൽ ഫുൾ ആയിരിക്കണം, എന്നാലല്ലേ നിങ്ങൾക്ക് പലർക്കും പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? സോ അത് ഓർത്തു വെക്കുക എപ്പോഴും. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാം, നല്ലൊരു ദിവസമാകട്ടെ. താങ്ക് യു.